നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറില്ല സുധാര. ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാൽ? വിരലടയാള പരിശോധിക്കുന്ന ആള് അല്ലേ വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിൻ്റെ ഇടയിൽ നീ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ? എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാറില്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ? എല്ലാവരും പോയിക്കോളും, പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും. എവിടായിരുന്നു? ഇന്ന് രജിസ്റ്റർ കല്യാണം, സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവാമെന്ന് വിചാരിച്ചിരുന്നു. കാണാതായപ്പോൾ സലോമി എന്നത് ഏർപ്പാടിയാന്ന് പറഞ്ഞു. ഗോപാൽജി എവിടെയായിരുന്നു? ഒരാളുടെ 16 അടിയന്തരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരിക. ഓ, മരിച്ചാരെ? ബംഗാളിയോ ഒറീസയോ? ഒരു കിഴങ്ങ് മലയാളി. അയ്യോ പാവം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? ഈ രജിസ്റ്ററിലൂടെ കഴിയുമ്പോൾ എല്ലാം ഓക്കെ. എൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. നല്ല കാര്യം. ഗോപാൽജി, എൻ്റെ ഈ ജുബ ഇങ്ങനെയുണ്ട്. ബൈക്ക് പറ്റുവാക്കിയ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ജുബയുടെ കുറവേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് തൊഴിൽ? ഇനിയിപ്പോൾ ഏജൻ്റ് പണി പോയാലും പേടിക്കാനില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, കുറ്റം എൻ്റെ തന്നെയാണ്. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഭാര്യ, മക്കൾ, അളിയൻ, SI. ഗോപാൽജി, ഇനി ഇന്ന് വൈകും. പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. അപ്പച്ചന് ഈശ്വര, എവിടെ എവിടെ? കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പം വരാന്ന്. കിളവന് നെഞ്ചുവേന വരാൻ കണ്ട സമയം. എന്താ നമ്മൾ അപ്പച്ചനെ പറ്റിയേ? എവിടെ എവിടെ കിടത്തിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം, എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണമെന്ന്. ഇനിയിപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടുള്ളായിരിക്കും. അതിൻ്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നതല്ലേ. പതുക്കെ 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 പതുക്കെ. പോലെ COAD ആണോ സിസ്റ്റർ? പേഷ്യൻ്റ് എൻ്റെ അപ്പച്ചന് COAD അല്ലെങ്കിൽ TIA CCF അങ്ങനെ വല്ലതും ആണോ? ഡോക്ടർ വരുമ്പോൾ ചോദിച്ചോളൂ. സിൽവിമോൻ ആരെ പറ്റിയാ CAD ആണോ എന്ന് ചോദിച്ചത്? CAD അല്ല അമ്മച്ചി, COAD അസുഖത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്കപ്പേര്. നമ്മുടെ കല്യാണം മുടങ്ങി. അതാണ് ഇപ്പോൾ പ്രധാന കാര്യം. ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും? അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എൻ്റെയും കൂടെ അപ്പച്ചൻ
യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ട. അത് ശരിയാ മോളെ. സിൽവി മോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്. എല്ലാം വെറുതെ ആവത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല. സലോ നീ വന്നു. ഒരു മിനിറ്റ് അമ്മച്ചി. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്നെ വിശ്വാസമില്ല. എന്നാലും സലോമി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ്. അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് നീ വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം. ധൈര്യമായിട്ട് വിമാനത്തിൽ കയറിക്കും. ചെല്ലമോളെ, അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തു. ചെയ്തല്ലോ. ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം. ഛേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാനവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മാസത്തിലൊരിക്കലും ചെക്കപ്പിന് പോയാൽ മതി. ഇതകത്തേക്ക് വെച്ചേ. അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ. സിൽവിമാൻ ഇരിക്കെ, ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമിലാ. ആ, നല്ലതായിരിക്കും. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി. വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചനെ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു നീ മോളെ? ആ, പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ IST വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ. അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാർ കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാമല്ലോ. കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നേഴ്സില്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും. ഇതാരോടായി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആരും ഇല്ല. അമ്മച്ചി, ആ മഞ്ഞ കളറിൽ ഗുളിയല്ലേ, അതൊരു മാസം കൂടെ കൊടുത്തു. അപ്പച്ചൻ ഈ പപ്പടോ അച്ചാറൊന്നും കഴിക്കണ്ട. ബീഫ് കഴിക്കണോ? പിന്നെ ഇപ്പൊ ബീഫ് കഴിക്കാഞ്ഞിട്ടാ. അപ്പച്ചൻ്റെ ബീഫ് ഞാൻ ഏറ്റു. അറിയല്ലോ. സിൽവി മോനെ കൈ ചീത്തയാക്കണ്ട, അമ്മ ചെയ്തോളെ ഇതൊക്കെ. ഞാനൊന്ന് പഠിക്കട്ടെ. ജർമ്മനി ചെന്ന് അവളെ സഹായിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആ ശരിയാ, അല്ലെങ്കിൽ അവർക്കിതൊന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നീ ഇങ്ങനെ കരയാതെ വെച്ചേ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഓളെന്തിനാ കരയുന്നത്? ഇവിടെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒരുത്ത ശല്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് നാളത്തോടെ ശരിയാക്കാം. അത്രേ ഉള്ളൂ. വാ, ഞാനും ഈ പണി കുറെ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ. ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതൽ, പക്ഷെ ഡോക്ടർമാരൊന്നും ഐഡിയൊന്നുമില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതിയിലില്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഇക്ബാൽ, മിടുക്കന. അപ്പച്ചെന്നാ മിണ്ടായിരിക്കുന്നത്? ഹാപ്പി അല്ലേ? എന്തു പറ്റി അമ്മച്ചി? ഇത്ര സ്നേഹമുള്ള നിന്നെ മനസ്സിലാക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. എന്ത്? ഇന്ന് വന്നാൽ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ. ഇത് നമ്മുടെ സലോമിയല്ല. കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിന് ആ വഞ്ചക്ക് കെട്ടി. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുമ്പോ ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ? വണ്ടി എടുത്ത് മാറ്റാ നീ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. അയ്യോ CID. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഒരു CID ജീവനോടെ ആദ്യമായിട്ടാണ് കാണുന്നത്.
ജീവനില്ലാത്ത CID-യെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ കോന്തനാണോ CID? ഉണ്ടാ കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. മോനെ എന്തായാലും എന്തോരോ മാന്യൻ. മാന്യന്മാരൊക്കെ ഈ പണി പറയുന്നത്. ബാഗ് മാറ്റാ മോന്തത് കാണട്ടെ. എല്ലാവർക്കും CID ഡിപ്പാർട്ട്മെൻറ്റ് നന്ദി. ഡ്രൈവർ സാബ് ശുക്രിയ. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാം. നീ കോടിയേരി ബാലകൃഷ്ണ. അവരല്ല ഞാൻ ശരിക്കുള്ള കള്ളനാണെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിൻ്റെ തിരിച്ചടി. എൻ്റെ ഭാര്യ, അളിയൻ, SI അവരുടെ മുമ്പിൽ വെച്ച് എനിക്കൊന്നും സംഭവിച്ചു എന്ന് നീ കണ്ടിട്ടില്ലല്ലോ. വാ വണ്ടിക്കാർ. भाई थोड़ा सांभर. हाँ भैया सांभर. हाँ इधर ले जाइए. ഏതായാലും ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയും കുറെ കാശ് പോയി. പോയിട്ടില്ലടാ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയുള്ള നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയ ഇനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. PR ആകാശ്, തവളക്കുഴി. ചങ്കി കുത്തൻ തമാശ പറയില്ലേ ഗോപാൽജി? ഞാൻ സത്യത്തിൽ പുറപ്പെട്ടത് അമ്മയെ കാണാനാ. ആ നെക്ലസിന്റെ കാശ് വാങ്ങി ഗോപാൽജി ഏൽപ്പിക്കാൻ. അമ്മ അവിടെ പണപ്പെട്ടിയും തുറന്നു വെച്ചിരിക്കല്ലേ. മോനെ പ്രകാശ, നെക്ലേസിൻ്റെ പൈസ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞോണ്ട്. അല്ലെങ്കിലും ഗോപാൽജിയുടെ പൈസയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആൻറ്റി വരുമല്ലോ. അവർ വരുന്നു, ഒപ്പിടുന്നു, വീടിൻ്റെയും പറമ്പിൻ്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. അക്കാര്യം സലോമിയുടെ അപ്പച്ചൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഉറപ്പ് അയാൾ എന്നോടും കൂടി ഒന്ന് പറയട്ടെ. ഞാനും വരാം അയാളെ കാണാൻ. ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ലല്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. ആരാ? വീട് നോക്കാൻ വന്നവരാ? അല്ല, വീട്ടുകാരെ കാണാൻ വന്നു. ഇവിടെ നേരത്തെ താമസിച്ചവര് വീട് കഴിഞ്ഞ് പോയല്ലോ സാറേ. പുതിയ ആരോ ഇന്ന് വീട് നോക്കാൻ വരുന്നേ. ആന്റണി സാറ് പറഞ്ഞിരുന്നു. ഇത് വാടക വീടാണോ? അതെ, ആന്റണി വക്കീൽ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാ. ഈ വീട് കഴിഞ്ഞവർ എങ്ങോട്ട് പോയെന്നറിയോ? ആർക്കറിയാം? വാടകയെക്കുറിച്ച് കുറേ ഉണ്ടായിരുന്നു. ആന്റണി സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം സാർ. ഒരു ടിക്കറ്റ് എടുക്കും സാറേ, നാളെ നറുക്കെടുപ്പാ. സലോമി ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം ഇപ്പം അടിച്ചിട്ട് വരിക. അതിന് വേണ്ട ബോഡി താങ്ങൂല. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ. എനിക്കിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എൻ്റെ സന്തോഷം. ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോൾ സന്തോഷിക്കുകയാണല്ലേ? നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ. മറ്റുള്ളതെല്ലാം പോട്ടെ, ഒരു ബന്ധമില്ലാത്ത എൻ്റെ ഭാര്യയുടെ നെക്ലേസ് വരെ നീ തോൽച്ചില്ലേ? അത് മാത്രം പറയരുത് ഗോപാൽജി. ഗോപാൽജിയുടെ ഭാര്യ എൻ്റെ ഏട്ടത്തി അമ്മയാണ്. ഗോപാൽജി ആരാ? എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. മലമ്പുഴ കാണാൻ പറ്റാതെ കണ്ണീരൊലിപ്പിച്ച് നിന്ന 12 വയസ്സുകാരനും വണ്ടിക്കൂലി എന്ന അച്യുതൻ മാഷിനെ ഇത്ര വേഗം മറക്കാൻ പാടില്ല ഗോപാൽജി, പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. അന്ന് അച്യുത മാഷ് എനിക്ക് തന്നത് 7 രൂപയാണ്. ഇത് 70 രൂപയുണ്ട്, 10 ഇരട്ടി. മലമ്പുഴയുടെ കാര്യം ഇനി നീ മിണ്ടിപ്പോരുത്. അങ്ങനെ പണം തന്ന് അറുത്ത് മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും? മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അറുത്ത് മുറിക്കണം. വേണ്ട ഗോപാൽജി, വേണ്ട. പഠിച്ച പണി 18 പയറ്റിയിട്ടും ഒരു കരപറ്റാൻ പെടാ പാടുവിടുക മനുഷ്യർ. 17 പണികൾ നീ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച നേഴ്സിൻ്റെ പണി നീ ഒട്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോൾ നോക്കാൻ വേറൊന്നുമില്ല. നേഴ്സെങ്കിൽ നേഴ്സ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. പഠിച്ചു എന്നല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും നേഴ്സിൻ്റെ പണി തരുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചാകണം. പക്ഷെ ചാവാനുള്ള ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം. ഇനി നിൻ്റെ സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. എന്ത് സ്റ്റിയറിംഗ്? പ്രകാശൻ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് അതെനിക്ക് തരുക. തന്നാൽ പിന്നെ നീ ഒന്നും അറിയണ്ട. വണ്ടി എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ ഞാൻ ഓടിക്കും.
ഇതെന്താ ഇത്? ഇതാണ് നെൽപ്പാടം. നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യാൻ? നീ ഇവിടെ ഞാറ് നടും. ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. അങ്ങനെ കുറേ ദിവസം പണിയെടുത്താൽ എൻ്റെ നെക്ലേസിൻ്റെ കടം വീടും. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല പ്രകാശ. അല്ല ഗോപാൽജി, ഞാൻ നിന്നെ അറിയുന്ന ആരും ആ കൂട്ടത്തിലില്ല. എനിക്ക് ഞാറ് നടാനൊന്നും അറിഞ്ഞൂടാ. അറിയാനൊന്നുമില്ല. ഞാറിൻ്റെ കെട്ടഴിക്കുന്ന കുറേശ്ശെ ചെളിയിൽ നടന്നു. അവർ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി. എനിക്കിതൊന്നും ശീലമില്ല ഗോപാൽജി. ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവൻ്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ. ആ പ്രകാശ, മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പോൾ വലിയ മതിപ്പാ. 50 ചാക്ക് സിമെൻറ്റ് നീ ഒറ്റയ്ക്ക് ചുമന്നുമല്ലേ? അങ്ങനെ വേണം. ആ കൗശൽ പാണ്ഡെ ഇന്ന് ആകാശ് ബായിയെ കുറേ നേരം പൂഴ്ത്തി സംസാരിച്ചു. അവൻ്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരും. അവനും പെങ്ങളില്ല. ഓ, സന്തോഷം. അതുകൊണ്ട് നിനക്കെനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ആ വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റല്ല, നീ പഠിച്ച പണിയില്ലേ, നേഴ്സിംഗ്, ആ പണി. ആശുപത്രിയല്ല, വീടാ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ, അത്രയൊക്കെ വേണ്ടൂ. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു? നെക്ലസിൽ പെട്ടെടുക്കുന്ന എന്നോടൊന്നും അഭിപ്രായം ചോദിക്കുന്നു. വെരി ഗുഡ്. നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോൾ നെക്ലേസ് നമ്മൾ വാങ്ങും. പിന്നെ നീ ഫ്രീ ആയി. ഓക്കെ ആണോ? ഓക്കെ. ആരാ? റേച്ചൽ മാഡത്തിനെ കാണാൻ വന്നു. ഗോപാൽജി പറഞ്ഞിട്ടാണോ? അതെ. മാഡം അകത്തുണ്ട്, ചെന്നോളൂ. ഗുഡ് മോർണിംഗ് മാഡം. പ്രകാശൻ അല്ലേ? അല്ല, PR ആകാശ്. ഗോപാൽജി ചിലപ്പോഴൊക്കെ തെറ്റി പ്രകാശ് എന്ന് വിളിക്കാറുണ്ട്. ഓ അതാവും. ഇവിടെ വല്ലപ്പോഴും വല്ല ലേബറേഴ്സിനെ ആവശ്യമുള്ളപ്പോൾ ഗോപാൽജിയോടാ പറയുക. പോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്. ആകാശ്. ഓ ആകാശൻ. അല്ലല്ല, PR ആകാശ്. പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി. എൻ്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പളായിട്ട് തീരെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നതാണ് എൻ്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ. എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തവും കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ആർക്ക്? മൂക്ക്. അരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യൂ. കുട്ടികളല്ലേ മാഡം, ഒരു മയത്തിലങ്ങ് നിന്നാൽ മതി. ഞാനിതുപോലെ പല സ്വഭാവത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ മരുന്നിൻ്റെ ചാർട്ട് അവളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കിക്കോളും. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിലപ്പം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവൾ ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്. അത് ഞാൻ ഏറ്റു. വർത്താനം പറഞ്ഞ നേരങ്ങളുണ്ടോ? ഇപ്പം തന്നെ വൈകി. അപ്പോൾ ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. മോൾ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. ആകാശം വാ. ഇതാണ് ആകാശിൻ്റെ മുറി. ആകാശിന് കാപ്പിയോ ചായ വല്ലതും വേണം? ആവാം. ആകാശ, ദേ ചായ. ഉഗ്രം വീടാണല്ലോ. റേച്ചലിൻ്റെ അപ്പാപ്പനുണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോൾ അത് റേച്ചലിന് കിട്ടി. ഓ, കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശിന് ഇറങ്ങിയേ? അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞ എല്ലാം ഇവിടെ കിട്ടുമെന്ന്. ആ എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീനമോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചും ഒക്കെ അങ്ങ് ദേഷ്യമാണ്. പുട്ട് വേണോ ഇടിയപ്പം വേണോ? പുട്ട് ബെസ്റ്റാ. പുട്ട അല്ല, മുട്ടക്കറി ഉണ്ടാക്കാം. ആ
ആരെയും വിളിക്കാതടോ. താനേതാ? പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേനെ. മുൻവശത്ത് ഗേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതിലൂടെ വരുന്നത്? ഇവിടുത്തെ ടീനമോളെ കാണാൻ വന്നതാ. അതിന് മതിലടി പറഞ്ഞു. താനാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ, എന്നെ കാണാതെയാണോ പ്രശ്നം? താനൊന്ന് ഒച്ച വെക്കാതിരിക്കേ. ആ സെക്യൂരിറ്റി കണ്ട പിന്നെ അത് മതി. ഓ, സെക്യൂരിറ്റിക്കാരൻ കണ്ടാ കുഴപ്പമുണ്ടെങ്കിൽ ആകെപ്പാടെന്തോ കുഴപ്പമുണ്ടല്ലോ. ടീനമോളെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. പിന്നെ എന്തുകൊണ്ട് നേരായ വഴി കൂടെ വന്നുകൂടാ? കാര്യം ഞാൻ പറയാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അല്ല സത്യത്തിൽ നിങ്ങളാരാ? ഞാൻ ടീനമോളെ നോക്കാൻ വന്ന PR ആകാശ്. ഓ, പുതിയ നേഴ്സ്. അങ്ങനെയും പറയാം. ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. മനസ്സിലായി? നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിന് വന്ന ആളാണ് ഞാൻ. ഇത് അതിവൃത്തിയുടെ ഫുഡ് എന്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. കഷ്ടപ്പെട്ട് വന്നുപോയില്ലേ? ഇതൊന്ന് കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, പോളിച്ചേച്ചി, പോളിച്ചി. എടാ ദ്രോഹി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി, സെക്യൂരിറ്റി, കള്ളി, കള്ളി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി. ഗുഡ് മോർണിംഗ് ടീന. മിസ്റ്റർ ആകാശ് അല്ലേ? യാ, PR ആകാശ്. മമ്മി പറഞ്ഞിരുന്നു. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ? സിനിമയായിരുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്. നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ, ടീനമോളുടെ ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നത്. സത്യം എനിക്കത് തോന്നാറുണ്ട്. പക്ഷെ സെൻസിബിളായ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാൻ. യാ ബാക്ക് ഇൻ 2014 ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓ, ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് എന്നെ ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും മാസ്റ്റർ മെഡ് സിറ്റി എന്നെ ഭരിച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പളശ്ശേരി ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ പോകുന്നു. ആഹാ, ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഐ എം റിയലി ലക്കി. ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്. പോയോ പൊട്ടി. ഞാൻ ഓർഡർ ചെയ്ത ബർഗറുമായി വന്ന ചേച്ചിയെ തന്നെ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ ഇരി. അമ്മ ചായ. ഇപ്പൊ തരാൻ ജർമ്മനി. എന്നാ പുറപ്പെടുമല്ലേ? ഓ,
ഡ്രസ്സൊക്കെ മാറിയില്ലല്ലേ? ഇനി ആ ബാഗും കൂടി എടുത്തു. നല്ല കാറ്റ് അല്ലേ? ചുട്ടുകൊള്ളുന്ന കാറ്റ. എനിക്കിപ്പം അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ജസ്റ്റ് മിസ്സാ, അല്ലെങ്കിൽ ആ പട്ടി എന്നെ കൊന്നേനെ. ഗോപാൽജി ഒന്ന് ആലോചിക്കും, ഒരു നെക്ലസിന് വേണ്ടി എന്നെ വീണ്ടും കുറയ്ക്കൂടും. നീയും മറ്റൊരു കാര്യം ആലോചിക്കും. ശത്രു സൈന്യത്തിൻ്റെ യന്ത്രത്തോക്കും ബോംബും അത് കണ്ട് ഇന്ത്യ പട്ടാളക്കാർ പേടിച്ചോടിയാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? ഇതെത്രയോ നിസ്സാരം. ഒരു കുട്ടി, ഒരു പട്ടി, അത് നമുക്ക് ശരിയാക്കാം. നീ ആദ്യം കയറും. കയറ് പെട്ടെന്ന് കയറ് പെട്ടെന്ന് കയറ്. ഉച്ചയ്ക്ക് കുറച്ച് അവിയലുണ്ടാക്കട്ടെ മോളെ, കഴിക്കുമോ? എനിക്ക് ചപ്പാത്തിയും ചമ്മന്തി മതി. ചപ്പാത്തിയും ചമ്മന്തിയോ? കേൾക്കുമ്പോൾ ഒരു ചേർച്ച വേണ്ടേ മോളെ? എനിക്ക് അത്രയ്ക്ക് ചേർച്ചൊക്കെ മതി. ആ ഇതാര്? വാ. ആ ഓട്ടം നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ചിരിച്ചു. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പിന്നെന്താ, പറയൂ. ഇവൻ്റെ വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ് മോളെ. അയ്യോ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ആൻറ്റി കുറച്ച് അരി കൊടുത്തേക്കണം കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. അരിയൊന്നും വേണ്ട, ഞാനൊരു അവസ്ഥ പറഞ്ഞതാ മോളെ. 7 കൊല്ലമായിട്ട് ഇവൻ്റെ അച്ഛൻ തളർവാദം വന്ന് കിടപ്പില്ല. അയ്യോ പാവം. അമ്മയ്ക്ക് ഭ്രാന്ത്, ചങ്ങല കിട്ടിരിക്കുക. അയ്യോ 2 പെങ്ങന്മാരുള്ളത്, 2 കണ്ണുകുട്ടികളാ. എൻ്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നേ? തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഇവന് ഭയങ്കര മുട്ടുവേദനയാണ്, ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം മോള് പട്ടിയെ ഒഴിവാക്കണം. മുട്ടുവേദന മാറിയാൽ? മുട്ടുവേദന മാറിയാൽ ഇഷ്ടം പോലെ ഓടിച്ചോ. അതിന് മുമ്പ് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പട്ടിയെ മരിക്കാൻ മതി. പറഞ്ഞല്ലോ മോളെ, അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, കണ്ണ് കാണാത്ത 2 സഹോദരിമാർ. കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. പോട്ടെ, ഇപ്പോൾ ഞാൻ പോട്ടെ. പോട്ടടാ. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. അച്ഛന് തളർവാദം, അമ്മയ്ക്ക് പ്രാന്ത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. എൻ്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ആകാശം വല്ലതും കഴിച്ചു കാണൂല്ലേ? അയ്യോ ഇല്ല. എന്നാ വാ. ആകാശനെ പട്ടി കടിച്ചില്ലല്ലേ? ഇല്ല. ആ ഇനി സമയമുണ്ടല്ലോ. ഇതിനു മുമ്പ് ഇവിടെ നിന്ന് 2 നേഴ്സന്മാരെയും പട്ടി കടിച്ചത്. എൻ്റെ കർത്താവേ, നിലവിളിച്ച് ചോരയൊലിപ്പിച്ചും കൊണ്ട് 2 കൂടെ ഓടിയ ഓരോ ഓട്ടം. കഴിക്ക്. പിന്നെ വന്ന നേഴ്സിനെ ടീനമോൾ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി. തലയിലെ 14 സ്റ്റിച്ചായിട്ടത്. പിന്നെ ഈ പടി കയറിയിട്ടില്ല. അപ്പോഴവർ ആൺനേഴ്സിനെ നിർത്താൻ റേച്ചൽ തീരുമാനിച്ചത്. ആൺകുട്ടി ആയതുകൊണ്ടല്ലേ ആകാശന് മരത്തെ കയറാൻ പറ്റിയത്. അയ്യോ മതിയാക്കിയോ? മതിയായി. ഗോപാൽജി, തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ. അതെ, സത്യത്തിൽ ആ കൊച്ചിനെന്താ അസുഖം? ഇതൊക്കെ തന്നെ. 2-3 മാസം മുമ്പ് ഒരു പനി വന്നിരുന്നു. അതിന് ബോംബെയിലോ വെല്ലൂരോ ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചതാ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ക്ലാസ് കുറേ അങ്ങ് പോയല്ലോ. അതിനുശേഷം സ്കൂളിൽ വിട്ടിട്ടില്ല. വർഗീസ് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. പ്രധാന അസുഖം അതൊന്നുമല്ല എൻ്റെ ആകാശ. അതിൻ്റെ അപ്പം പോയേൻ്റെ ആ വേറെ അടുത്തായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇവിടെ എപ്പോഴും അങ്ങ് വഴക്കാം. ഇപ്പം ഡൈവേഴ്സായി. അങ്ങേര് പിന്നെ ഈ നാട്ടിലേക്കേ വന്നിട്ടില്ല. എങ്ങാണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരോ ഒക്കെ ആണെന്ന് പറയുന്നത് കേട്ടു. ആ പെണ്ണിൻ്റെ കൂടെ പട്ടി കൂട്ടില്ല. എന്നാലും ആകാശം ഒന്നും സൂക്ഷിച്ചു.
ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാൽ ഞാൻ ഇനി ഓടും. പക്ഷേ ഒരു റബ്ബർ പന്തോട് ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലയാടിയാലും ഞാൻ മിണ്ടില്ല. ശ്രുതി ചേച്ചി ഇനി മതിൽ ചാടാൻ വരൂല. അല്ല, വേറെ ആരെങ്കിലും മതിലയാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ. അല്ല, എൻ്റെ ഭാഗത്ത് തീർപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കണം. എങ്കിലൊരു കോംപ്രമൈസ്. നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണം. ബർഗർ ബർഗർ ബർഗർ. എന്ത് വേണം? ഞാൻ കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ആരംഭശൂരത്വം. ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയ തെറ്റാ. ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ചാൽ മതിയായിരുന്നു. ശ്രുതിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എൻ്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എൻ്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടുചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. തൻ്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗറും മണ്ണാങ്കട്ടി ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിപ്പ്മാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു. ഓവോ, എങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ. ടീനമോളെ നോക്കാൻ വന്ന നേഴ്സാമ്മേ. ഞാൻ മെയിൽ നേഴ്സാണമ്മേ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? ആരാ? ഞാൻ ബർഗർ. ഓ, ബർഗർ എന്നാണോ പേര്? ആ, കൊടുത്തു പറഞ്ഞാൽ വാങ്ങാൻ കൂടി വന്നത്. എന്തിനാ നിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ. ഇയാളോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നതെന്നാ ചോദിച്ചത്. ഞാൻ ആകാശ്. ചോദിച്ചില്ലല്ലോ. അല്ല, താൻ ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു. എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല, അമ്മ വീണ് കാലൊടഞ്ഞു കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം. ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ താൻ ഉണ്ടാക്കണം. അതിന് സമയം എടുക്കും. എന്റെ പൊന്നു ശ്രുതി, എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്തോളാം. ഇത് എന്തൊരു ശല്യാണ് ഈശ്വര. ബർഗർ എങ്ങനെയുണ്ട്? അടിപൊളി. എന്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ഇവൻ ജർമ്മനിക്ക് പോകുന്നു, നഴ്സിന്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വര, നീ എന്നെ എങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്ത് പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലിൽ നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിനും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വെച്ചാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനാരില്ലേ? ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മ ഇത് തരില്ല.
रक्षा इसका। കേശവൻ നായർ വീണ വായിക്കണം. ഇവന് പ്രാണവേദന അല്ലേ? ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്ന്. അയ്യോ ചേട്ടൻ മൂന്നാറി ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയ്യേറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ് വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലടാ. എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു, എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല, അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേണ്ണന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു തരും. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കും. അത് എൻ്റെ കുറ്റാണോ? എടാ ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശ് എടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. താങ്ക് യു അമ്മേ. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी मैं तो मोबाइल चुप रहो, सब जाओ, सब जाओ, जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു, അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലോ, ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം, അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങ് വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ
മലമ്പുഴ കാണാൻ പോവാൻ അത് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവൻ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് വന്നപ്പോൾ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചു അല്ലേ? അത് വിറ്റ 1 മാസത്തിനോ അതിനേക്കാൾ നല്ലൊരെണ്ണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റുമോ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി.